നമുക്ക് ഇങ്ങനെ പ്രോഗ്രാംസും മോട്ടോ ഒക്കെ ആണോ? ഇപ്പൊ നന്നായില്ലേ ഇപ്പൊ അല്ലേ? നന്നായും ചോദിച്ചു കഴിഞ്ഞാൽ വർക്കൗട്ടൊക്കെ മുടങ്ങുന്നു, കോമ്പറ്റീഷൻ ഇഷ്യൂ ആവുന്നു, അങ്ങനൊക്കെ. അപ്പൊ അതൊന്ന് ബ്രേക്ക് കൊടുത്ത് വെച്ചേക്കുക. പക്ഷെ എൻജോയ് ചെയ്യുന്നില്ല ഈ ഒരു? ഒരിക്കലും ഇല്ല. ഭയങ്കര കഷ്ടപ്പാടാ. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ഇപ്പൊ പാവം ഹണി റോസിന്റെ ഒക്കെ എന്തെല്ലാം എല്ലാരും അവരുടെയൊക്കെ അവസ്ഥ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഭയങ്കര കഷ്ടപ്പാടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരം നിക്കണം, ഈ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കണം, അനങ്ങാൻ പറ്റാത്ത ആ ഒരവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര. പിന്നെ പോരാ തന്നെ ഭയങ്കര ഒത്തിരി പേര് ഇങ്ങനെ ഒരേ സമയം വിളിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇൻസ്റ്റാഗ്രാം പോലും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ്. അപ്പം എല്ലാവരും വിചാരിക്കും നമ്മൾ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല, പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിപ്പോ എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, ആര് ശരിക്കും എന്താ ചെയ്യുന്നത്, ഇത് മാത്രമാണോ ഇപ്പൊ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ പഠിച്ചത്, എന്താ സ്വപ്നങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട്. ആക്ച്വലി എവിടെന്നാ കുട്ടി വരുന്നത്? പത്തനംതിട്ടയിൽ നിന്നാ വരുന്നത്. എന്താ ചെയ്തോണ്ടിരുന്നത് അപ്പൊ ഇതിനു മുന്നേ? ഞാൻ പഠിച്ചോണ്ടിരിക്കുവായിരുന്നു. ആക്ച്വലി സ്ത്രീകളോട് വയസ്സ് ചോദിക്കാൻ പാടില്ലെന്ന് പറയും. ആരതിക്ക് വയസ്സ് പറയുന്നോണ്ട് വല്ല കുഴപ്പമൊന്നുമില്ല. 26 ആണോ? നമ്മള് സെയിം ഏജ് ആണല്ലോ. ഞാൻ കുറച്ചും കൂടെ ഏജ് വിചാരിച്ചു, അതായത് ഇത്രയും ഫിറ്റ്നസ് ഒക്കെ ആയിട്ടുള്ള ആള്. 26 ഏജിലാ. അപ്പൊ 24ാമത്തെ ഏജിലാണ് ഫിറ്റ്നസിലേക്ക് വരുന്നത് അല്ലേ? 25. ഞാൻ 2021 ജാനുവരി 10 ജിമ്മി ജോയിൻ ചെയ്തു. ഓക്കെ. 24 കഴിയുമ്പോഴേക്കും. അപ്പൊ എന്താ ചെയ്തോണ്ടിരുന്നത്? അപ്പൊ എന്താ പഠിച്ചോണ്ടിരുന്നത്? ജോലി ചെയ്യായിരുന്നില്ലേ? അല്ല, ആ സമയത്ത് പഠിച്ചോണ്ടിരിക്കുവായിരുന്നു. ഞാൻ MA ആയിരുന്നു തോന്നുന്നു. ലിറ്ററേച്ചർ. ആ ടൈമില് ബൈക്ക് എടുത്തിരുന്ന ആ ടൈമിലായിരുന്നു. അപ്പൊ ഞാൻ ബൈക്കിലായിരുന്നു പൊക്കോണ്ടിരുന്നതൊക്കെ. അപ്പൊ അങ്ങനെയാണ് ആക്സിഡന്റ് ആയതും പിന്നെ ഇങ്ങോട്ട് വരുന്നതൊക്കെ. ഓക്കെ. അപ്പൊ ഈ MA പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി, ഈ പറഞ്ഞ പോലെ പത്തനംതിട്ടയിലെ ഒരു നാട്ടുമ്പുറത്തുള്ള ഒരു പെൺകുട്ടി, ഈ ബൈക്കുകളോടും ഈ പറയുന്ന ഇതിലോടൊക്കെ, ഈ ജിമ്മിലോട്ടൊക്കെ ഇഷ്ടം തോന്നാനുള്ള കാര്യം എന്തായിരുന്നു? എവിടെ നിന്നായിരുന്നു ഇതിന്റെയൊക്കെ തുടക്കം? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആരും ചെയ്യാത്തത് ചെയ്യണം എന്നുള്ളൊരു ആ ഒരു ത്വര മനസ്സിലുണ്ട്. അതായിരിക്കും മേ ബി. ബൈക്ക് ആകുമ്പോൾ ഒരുപാട് പേരെ ഓടിക്കുന്നതല്ല എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ അങ്ങനെ. അപ്പൊ അതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഫീൽഡാണ്. അപ്പൊ അതിനോടൊരു ഇൻട്രസ്റ്റ്. ഇത് വന്നു കഴിഞ്ഞപ്പം ഇത് പക്ഷെ ഞാൻ അങ്ങനെ നോക്കിയെടുത്തൊന്നും അല്ല. വർക്കൗട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടി, അല്ലെങ്കിൽ അതിൽ നിന്ന് റിസൾട്ട് കിട്ടുമ്പോൾ നമുക്കുള്ള ഒരു ഇത് അങ്ങനെ വന്നെയാണ്. ഈ ബൈക്ക് നമുക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു അപ്പൊ വീട്ടില്? ഡ്യൂക്ക് ആയിരുന്നു. അപ്പൊ വീട്ടില് ബൈക്ക് വാങ്ങിച്ചിരണം എന്ന് പറഞ്ഞപ്പോ അച്ഛനും അമ്മയൊക്കെ ഫുൾ സപ്പോർട്ട് ആയിരുന്നു? എനിക്ക് വാങ്ങിച്ചൊന്നും അല്ല, ഞാൻ തന്നെ വാങ്ങിച്ചു. പക്ഷെ അമ്മയുടെ ഹെൽപ്പ് കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ടോട്ടൽ കോസ്റ്റ് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ ഈ ബ്രീഡിംഗ് ഉണ്ടായിരുന്നു, ഡോഗ് ബ്രീഡിങ്. അതുകൊണ്ട് അപ്പൊ ഡോഗ്സ് ഉണ്ട്, ബൈക്ക് ഉണ്ട്, ജിം ഉണ്ട്. വേറെ നമുക്ക് അറിയാത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇനി? വേറെ റീഡിങ്, റൈറ്റിംഗ് ഉണ്ടായിരുന്നു. ചെറിയ രീതിയിൽ എഴുതുമായിരുന്നു. ഇത് ഈ പറഞ്ഞ ആർക്കും അറിയില്ലല്ലോ എഴുതുമായിരുന്നു എന്നുള്ളൊരു കാര്യം. ഇല്ലെന്ന് തോന്നുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെയാ എഴുതിക്കൊണ്ടിരുന്നത്? അപ്പൊ മറ്റേ ഞാൻ MA പഠിച്ചിരുന്ന സമയത്ത് കഥയൊക്കെ എഴുതി അയച്ചു കൊടുക്കുമായിരുന്നോ? കഥയല്ല, ഞാൻ പോയട്രി ആയിട്ടായിരുന്നു എഴുതുന്നത്. 2 എണ്ണം കണ്ട് എവിടെയോ ചെറിയ ഇതിലുള്ള വെബ്സൈറ്റ് പോലെ അതിലെന്തോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പണ്ട് എഴുതി ഏതെങ്കിലും കവിത ഓർമ്മയുണ്ടോ? അങ്ങനെ കവിതയായിട്ടൊന്നും അല്ല, അത് ഇംഗ്ലീഷ് ആയിരുന്നു. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓ അടിപൊളി. അപ്പൊ കവിത എഴുത്ത്, ഡോഗ് ബ്രീഡിങ്, ബൈക്ക്, വരയ്ക്കുകയും ചെയ്യുമായിരുന്നു. ഡാൻസ് മാത്രം ചെയ്യത്തില്ല? അതേ ഇല്ല, ഡാൻസ്, പാട്ട് അങ്ങനെ ആ ഒരു മേഖലയില്ല. ഇല്ല. ഇപ്പൊ അച്ഛനും അപ്പൊ ഈ ബൈക്ക് വാങ്ങിച്ചത് എങ്ങനെയാ? പാരന്റ്സിന്റെ സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് അധ്വാനിച്ചെന്നല്ല ഞാൻ പറഞ്ഞ. ഡോഗ് ബ്രീഡിംഗ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ കുറെ പട്ടികൾ ഉണ്ടായിരുന്നു. 10 പട്ടികൾ ഉണ്ടായിരുന്നു. അപ്പോ അതിന്റെ ഡെലിവറി ഒക്കെ തന്നെ ഞാൻ തന്നെയായിരുന്നു എടുക്കുന്നതും ഒക്കെ. അങ്ങനെ അതുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ലാസ്റ്റ് വന്നപ്പോഴത്തേന് പക്ഷെ എല്ലാം കൂടെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പക്ഷെ പുതിയ ബൈക്കല്ല എടുത്തേ, അതൊരു സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു. അതും കുറേ മറിഞ്ഞു വന്നേ. അപ്പം അതിന് കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ത്രോട്ടിൽ കിറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് അത്രയും പൈസ കുറച്ച് അത് ആ ടൈമിൽ ഞാൻ ആരുടെ പുറത്ത് പറയത്തില്ലായിരുന്നു. എല്ലാവരും ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് തന്നെ പറഞ്ഞു, അങ്ങനെ പറയണ്ട, 1 ലക്ഷം എത്രയെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നത്. പക്ഷെ അത് ശരിക്കും 62 അങ്ങാണ്ട കിട്ടിയേ. നമ്മൾ റിബല്ലായിരുന്നോ ഈ ചെറുപ്പത്തില് തന്നെ വീട്ടില്? തന്നെ. ഈ അച്ഛനോടും അമ്മയോടൊക്കെ ഏറ്റവും കൂടുതൽ തർക്കിച്ചിട്ടുള്ളതും വഴക്കടിച്ചിട്ടുള്ളതും എന്തിനൊക്കെ വേണ്ടിയിട്ട്? ഈ ബൈക്ക് ഓടിക്കുന്നതിനും ജിമ്മിൽ പോകുന്നതിനൊക്കെ വേണ്ടിയിട്ട്? ഞാൻ എന്ത് ചെയ്താലും അത് റോങ് ആയിരിക്കും. ഡോഗ് ബ്രീഡിങ്ങിനൊക്കെ ഇപ്പൊ ഒരുപാട് തെറിയിട്ടിട്ടുണ്ടായിരിക്കണല്ലോ വീട്ടിൽ നിന്ന്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടില് കൂടൊന്നും ഇല്ല, പട്ടി കൂടൊന്നും ഇല്ലായിരുന്നു. അപ്പം
എന്നുവെച്ചാൽ അങ്ങനെ ഈ വീട്ടിൽ ഇൻട്രസ്റ്റേ ഇല്ല പട്ടിയെ വളർത്തണമെന്ന്. അപ്പൊ അങ്ങനെ ഒരു രീതിയിലല്ലായിരുന്നു, കൂടെ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ എല്ലാത്തിനെയും കൂടെ ടെറസിന്റെ മേളിലായിരുന്നു. ടെറസിന്റെ മേളിലും എന്റെ റൂമിലും. അപ്പൊ കയറി വരുമ്പോഴെല്ലാം കൂടി ഇങ്ങനെ അവിടെ എനിക്കൊരു ആട് ജീവിതമായിരുന്നു സത്യം പറഞ്ഞാൽ. ഒരു മേ ബി ഒരു 1.5 വർഷമോ 2 വർഷമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു കറക്റ്റ് ആ ഒരു ആട് ജീവിതം പോലെ എന്റെ കൂടെയായിരുന്നു കിടക്കുന്നത്, എന്റെ റൂമില്, എന്റെ ബെഡില്. അങ്ങനെ അത് മാത്രം, അതിന് ഫുഡ് കൊടുക്കുക, അതിനെ നോക്കി വളർത്തുക, അങ്ങനെ ഒരു ഇത്. അപ്പം വീട്ടില് കുറച്ചാൾ അമ്മയൊക്കെ ഭയങ്കര വിഷമത്തിലായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ലൈഫായി പോവും എന്നുള്ളൊരു ഫീലിംഗ്. പുറത്തോട്ടൊന്നും ഇറങ്ങത്തില്ല. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാകുമ്പോൾ ഒരാണാന്നേ പിന്നെയും വേണ്ടില്ല, അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോ ഒരു അങ്ങനെ. ഇപ്പോ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും, ഇപ്പൊ ജിമ്മിൽ പോയാലും ജിം അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടാവും, ഇത് എങ്ങനെ ഇത്രയും പൈസ ചെലവാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ജിം എന്ന് എല്ലാവർക്കും അറിയാം. ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മുടെ ഫുഡിലേക്കും പ്രോട്ടീനൊക്കെ വേണ്ടിയിട്ട്. ഏതാണ്ട് നമ്മളൊരു ഡയറ്റ് എങ്ങനെ ഫോളോ ചെയ്യുന്നത് നമ്മള്? എൻ്റെ ഒരു നോർമൽ ഇപ്പൊ കട്ടിങ് ടൈമിലാണെങ്കിൽ വേറെ ഒന്നും ഇല്ല, ചിക്കനും മുട്ടയും മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ആപ്പിൾ, വെജിറ്റബിൾസും അത്രയും കാണുള്ളൂ. 650 ഗ്രാം ചിക്കനൊക്കെ കാണും, മുട്ട കാണും, പിന്നെ മുട്ട അത് ഡിപ്പെൻഡ് ചെയ്യും. ചിലപ്പം എനിക്കൊരു 21 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ 4 എണ്ണം ഒരു ടൈം, 4 എണ്ണം, അത് കഴിഞ്ഞ് ഒരു 6 എണ്ണം. ഇല്ലെങ്കിൽ നമ്മൾ പ്രോട്ടീൻ റീപ്ലേസ് ചെയ്യുക, അതിന് പകരം 7 to 8 എഗ് എടുക്കുക, എഗ് വൈറ്റ് എടുക്കാം, അങ്ങനെ. പിന്നെ പ്രോട്ടീൻ പൗഡർ ഉണ്ട്. അതൊക്കെയാണ് കട്ടിങ് ടൈമിൽ. ബൾക്ക് ചെയ്യുന്ന ടൈമിൽ സ്വീറ്റ് പൊട്ടറ്റോ വരും എക്സ്ട്രാ ആയിട്ട്, ഒരു 200 ഗ്രാം വെച്ച് 3 നേരം വരും. ബൾക്ക് ചെയ്യുന്ന നേരത്ത് പിന്നെ 200 ഗ്രാം വെച്ച് അല്ല 3 നേരം. എനിക്ക് 3 നേരം ഉണ്ടായിരുന്നു. പിന്നെ ഓട്സ് ഉണ്ടായിരുന്നു, വൈറ്റ് റൈസ്, വർക്കൗട്ടിന് മുന്നേ വൈറ്റ് റൈസ് ഉണ്ടായിരുന്നു. ഇത്ര ഉണ്ടായിരുന്നു. ഞാൻ പറയാം, അപ്പൊ ഒരു ദിവസം മാത്രം അത്യാവശ്യം നല്ല ചിലവാകത്തില്ലേ ഫുഡിന് വേണ്ടി മാത്രം? ഏതാണ്ട് അപ്പൊ ഒരു ദിവസം 21 മുട്ട, 650 ഗ്രാം ചിക്കൻ, എല്ലാത്തിനും കൂടെ എന്തൊരു 500-600 അടുത്താവോ? അതിൽ കൂടുതലാവോ? അതിൽ കൂടുതലാവോ? അപ്പൊ ഇത് എങ്ങനെ മാനേജ് ചെയ്യുന്നേ? അതാണ് ഇഷ്ടമില്ലെങ്കിലും പറഞ്ഞ ഇനാഗുറേഷൻ ഒക്കെ പോകുന്നത്. അതാണ് സത്യം. എന്റെ അടുത്ത് എല്ലാരും പറയും, എനിക്കിപ്പോ എല്ലാരും പറയുന്നത് വിചാരിക്കുന്നത് എനിക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട്, എനിക്കൊരു ഐഫോൺ എടുത്തോളാം, ഈ ഫോണിനകത്തൊക്കെ ഞാൻ എല്ലാവരും പ്രൊമോഷൻ വീഡിയോ എന്ന് പറഞ്ഞു വരും. അപ്പൊ ഇനി ഒന്നാമത് എനിക്ക് കംഫർട്ടബിൾ അല്ല വീഡിയോ എടുക്കുന്നത്, എങ്കിലും എങ്ങനെയും ഒന്ന് ഒപ്പിച്ചെടുത്ത് കൊടുക്കുമ്പോൾ ക്ലാരിറ്റി പോരാ, എനിക്ക് ഇതിനകത്ത് അത്രേ പറ്റുള്ളൂ. അപ്പം ഐഫോൺ എടുത്തൂടെ? ഞാൻ ഐഫോൺ എടുക്കാൻ ഇപ്പൊ ഇന്ന് വന്ന് അവസാനം ഞാൻ ഗതിയിട്ടിട്ട് EMI ഇട്ട് എടുക്കുക എന്ന് വിചാരിച്ചൊരു ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അത്രയും പൈസ ഒന്നും കിട്ടുന്നില്ല. നമുക്ക് കിട്ടുന്ന ഒരു 20 രൂപ 25 രൂപ ഒക്കെ കിട്ടിയാൽ തന്നെ അത് നേരെ കൊണ്ടുപോയി എന്റെ സപ്ലിമെന്റ് ബില്ല് അടയ്ക്കും. അത് ബില്ലായിട്ട് ഇങ്ങനെ എനിക്ക് വാങ്ങിക്കാൻ പറ്റും. അത്ര ഒരു കാരുണ്യം അവർ കാണിക്കുന്നുണ്ട്. പിന്നെ കൊടുക്കാന്നുള്ള രീതിയിൽ ഇട്ടേക്കും. എന്നിട്ട് അതുപോലെ തന്നെ ഉണ്ട്, ചിക്കൻ്റെ ആളിനും പൈസ കൊടുക്കും, മുട്ടയുടെ ആളിനും കൊണ്ട് പൈസ കൊടുക്കും, എല്ലാവർക്കും ഇങ്ങനെ കൊടുത്ത് ഈ തവണ പിന്നെ റെന്റ് നേരത്തെ കൊണ്ട് 2 മാസത്തെ ഒരുമിച്ചും കൊടുത്തു. പിന്നെ അവസാനം അതിന് അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചു എന്നുള്ള ഒരു ഫീലിംഗ് വേണ്ടെന്ന് വിചാരിച്ച് അത് സേഫ് ആക്കി, ബില്ലൊക്കെ അടച്ചു, സേവിങ് ഒന്നും ഇല്ല. അതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു മാസം അപ്പൊ ഏതാണ്ട് എത്ര ചെലവ് വരും ഈ ഫിറ്റ്നസ് ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർ? അപ്പൊ അവരെങ്ങനെ ഇതൊക്കെ മീറ്റ് ചെയ്യുന്നത്? ഇപ്പൊ ആരതിയുടെ കാര്യം ഒരു എക്സെപ്ഷൻ ആയിട്ട് മാറ്റി നിർത്തുക, അല്ലാതെ ഈ പറഞ്ഞ ഞാൻ നേരത്തെ വർക്ക് കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു, ട്രെയിനറായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഇപ്പൊ എല്ലാരും കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് പേരിങ്ങനെ. പക്ഷെ ഭയങ്കര പാടാ, പറഞ്ഞില്ല ഇപ്പൊ തന്നെ ഒരു ജിമ്മിൽ പോകുന്നവർക്ക് മനസ്സിലാവും എത്ര ബുദ്ധിമുട്ടാ, എത്ര ക്ഷീണമാണെന്നൊക്കെ. അപ്പം വർക്ക് കൂടെ ചെയ്യുന്ന ഭയങ്കര, അതുകൊണ്ടാണ് ഞാൻ ട്രെയിനർ ജോബ് കളഞ്ഞത്. അത് ഒരു 9 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു ജോലി. അത് കഴിഞ്ഞിട്ട് വർക്കൗട്ട്, എന്നിട്ട് പോലും ഞാൻ ഒരു നേരത്തെ വർക്കൗട്ട് മാത്രമേ ചെയ്യുന്നുള്ളായിരുന്നു, അത്ര പറ്റുള്ളായിരുന്നു. അതെന്ന് വെച്ചാൽ എനിക്കൊന്ന് 6 മണി വരെ 6 മണി വരെ കണ്ട് വൈകിട്ട് വരെ ഉണ്ടായിരുന്നു എനിക്ക് ജോലി. അത് കഴിഞ്ഞ് പിന്നെ അത് അടയ്ക്കുന്നത് വരെ 11 മണി വരെ ഞാൻ വർക്കൗട്ട് ചെയ്യും. 2 നേരത്തെയും കൂടെ വേണമല്ലോ എന്ന് വിചാരിച്ച്. എന്നിട്ട് നേരെ ചെന്ന് റൂമിൽ ചെന്ന് കുക്കിങ്, ഫുഡ് കഴിച്ച് എല്ലാം വരുമ്പോഴത്തേന് 2 മണി, പിറ്റേ ദിവസം നേരെ 8 മണിക്ക് പോകണം. ഇതൊന്നും നടക്കുന്ന കാര്യമല്ലായിരുന്നു. എനിക്ക് തന്നെ ഫീൽ ചെയ്യുമായിരുന്നു, ഞാൻ മറ്റുള്ളവരിലും എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അപ്പം അത്രയും എനിക്ക് ദേഷ്യമാണ്, വേറെ ആളെ ചെയ്യിപ്പിക്കുമ്പോൾ പോലും എൻ്റെ മനസ്സ് അവിടെ അല്ലായിരുന്നു. അപ്പം നമുക്ക് വേറൊരാളോടും നമ്മുടെ നീതി പുലർത്താൻ പറ്റില്ല, നമ്മളോടും പറ്റില്ല. അപ്പം ഞാൻ അത് ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ആ പ്രോഗ്രാം വൈറലായതിനു ശേഷം സിനിമയിലൊക്കെ നമുക്ക് ഓഫർ വന്നിരുന്നോ? അല്ല, അത് അതിന് മുന്നേ മറ്റേ സാരി പോസിന്റെ വന്ന സമയത്തെങ്ങാണ്ടായിരുന്നു, അത് വന്ന സമയത്തായിരുന്നു.
രണ്ട് ഓഫർ മലയാളത്തിൽ നിന്ന് 2 വന്നേ. അത് അങ്ങനെയല്ല, ഓഡീഷൻ വിളിച്ചാ എന്നെ, അല്ലാതെ കയറുന്നു പറഞ്ഞല്ല. പക്ഷെ ഞാൻ അത് രണ്ടിനും എനിക്ക് പോകാൻ പറ്റില്ല. ഒന്ന് ഇതുപോലെ ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു, പക്ഷെ അപ്പൊ എന്റെ അടുത്ത് വീഡിയോ വെച്ച് തരാൻ പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് ഒന്നാമതൊരു ഐഡിയ ഇല്ല, പിന്നെ മടിയോ അങ്ങനെയൊക്കെ പോയില്ല. പിന്നെ ഒരെണ്ണം കാളി എന്ന് പറഞ്ഞ പൃഥ്വിരാജിന്റെ സിനിമയിലേക്ക് വിളിച്ചിരുന്നോ? മറ്റേത് മോഹൻലാലിന്റെ ഏതോ പറഞ്ഞായിരുന്നു. മോഹൻലാലും ആരോ ആളുമായിട്ട് കൂട്ടായ്മയിൽ നടക്കുന്ന, അതൊരു ഫേമസ് ആയിട്ട് എന്തുവാ, അതിന്റെ ഷൂട്ടൊക്കെ പുറത്തൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. എത്ര ദിവസം വേണം, അപ്പൊ അത്രയും ഞാൻ അതുകൂടെ നോക്കിയപ്പോ അത്ര ദിവസം മാറിയിരിക്കുകയൊക്കെ വേണം. ആ ടൈമിൽ എനിക്ക് ജിമ്മിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പോലും പറ്റാത്തൊരു അവസ്ഥ. എനിക്ക് സ്പോൺസർഷിപ്പ് വേണം, ഇല്ലെങ്കിൽ ആ പൈസ കൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലായിരുന്നു. അപ്പം പോവാൻ പറ്റിയില്ല. പോവാൻ പറ്റിയെന്നല്ല, അല്ലെങ്കിലും പോയില്ല. എനിക്ക് പറ്റില്ല, എനിക്കറിയാം എന്നെ കൂടി പറ്റിയ പണിയല്ല, അതുകൊണ്ട്. പക്ഷെ ഇപ്പൊ കാളിയിൽ ഈ പറഞ്ഞ പോലെ വിളിക്കുന്നുണ്ട്. ആരാ വിളിച്ചത്? പുള്ളിയുടെ പേര് അയ്യോ, പുള്ളി കണ്ടു കഴിഞ്ഞാൽ കൊല്ലും. പുള്ളിയുടെ പേര് മഹേഷ് എന്ന് പറഞ്ഞ ഡോക്ടർ മഹേഷ്, കളരി പഠിപ്പിക്കുന്നേ ആളിങ്ങനെ ആളാണ് കോണ്ടാക്ട് ചെയ്തത് ഇൻസ്റ്റാഗ്രാമില്. അപ്പോ ഇത് ഈ പറഞ്ഞ പോലെ ഈ കമ്മിറ്റ്മെന്റ്സ് ഉള്ളതുകൊണ്ട് അതെനിക്ക് കളരിപ്പയറ്റ് ആയതുകൊണ്ട് എനിക്ക് കളരിപ്പയറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് അതിനോടൊരു ചെറിയ ആക്ടിങ് അല്ല ഫൈറ്റിംഗ് ആന്നുള്ളത് കൊണ്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതും പോവാൻ പറ്റിയില്ല. പക്ഷെ അത് ഇപ്പൊ ഷൂട്ട് മാറ്റി വെച്ചേക്കുവാന്ന് എന്റെ അടുത്ത് ഇൻഫോം ചെയ്തായിരുന്നു. കാളിയനിലേക്ക് പോവാൻ ചാൻസ് ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ ആളുമായിട്ടൊരു ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലാതെ കളരിയുടെ ഒരു ഇത് എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് അപ്പൊ ഇനിയും സിനിമ ഓഫേഴ്സ്, അതിപ്പോ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടെന്ന് അറിയാം. ഇതിപ്പോ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഒന്ന് മാറി കഴിഞ്ഞാൽ ഇപ്പൊ സിനിമയിൽ നിന്ന് ഓഫർ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ ചാൻസ് ഉണ്ടോ? അറിയത്തില്ല. പക്ഷെ ഇപ്പൊ ഒരെണ്ണം ഉണ്ട്, ഒരു തമിഴ് ഫിലിമിന്റെ. പുള്ളിക്കാരി ഭയങ്കര ഫാനാണ് എന്റെ, എന്നുവെച്ചാൽ എന്നിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കും ഇത്രയും. അപ്പം അതെനിക്കൊരു പേഴ്സണൽ ഇതുപോലെയാ, കമ്മിറ്റ്മെന്റ് പോലെയാ, അല്ലാതെ ഒരു ഫിലിം എന്നുള്ള നിലയിലല്ല. എൻ്റെ അടുത്ത് പറഞ്ഞു ഓഡിഷനൊന്നും അല്ല, നേരെ വന്നങ്ങ് അഭിനയിക്കാനാണ് ഞാൻ പറയുന്നത്. ഞാൻ എല്ലാ പ്രൊഡ്യൂസേഴ്സിനെ കാണിച്ചതും എല്ലാം എൻ്റെ ഫോട്ടോ എൻ്റെ അനുവാദം പോലും ഇല്ലാതെ കൊണ്ട് കാണിച്ചിട്ട് ഇതാണ് എൻ്റെ നായിക എന്ന് പറഞ്ഞതെന്ന് ആളുടെ സ്റ്റോറി കണ്ട ഐ തിങ്ക്. അപ്പൊ അതൊരു പേഴ്സണൽ ഭയങ്കര ഇമോഷണലി ആയിട്ടുള്ള ഒരു ഇതാ. അതെനിക്ക് ഹെൽപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എന്തോ ആവാന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു എന്നെ നേരിട്ട് വന്ന് കാണ്, എന്നെ കാണാൻ അല്ലേ തന്നെ ഇൻട്രസ്റ്റ് ഉണ്ട്. എൻ്റെ തോന്നി എന്നെ ഒന്ന് കാണാം, എന്റെ അമ്മയെ ഒന്ന് കാണണം, അങ്ങനെയൊക്കെ പറഞ്ഞു. അത് അറിയത്തില്ല, ഉടനെ കാണും. പക്ഷെ എന്റെ കോമ്പറ്റീഷൻ ഉടനെ വരും. അപ്പൊ അത് പക്ഷെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ ഇതൊന്നും ബാധിക്കാത്ത രീതിയിൽ സെറ്റ് ചെയ്യണം, അത്രയും കൺസേൺഡ് ആള്. അപ്പം പുള്ളിക്കാരുടെ അത്രയും വലിയൊരു പ്രൊജക്റ്റാ, പക്ഷെ അതിലും കൺസേൺഡാ എൻ്റെ ഗോളിനെ പറ്റി. അങ്ങനെ ഒരു ഇത് മെയിൻ സ്റ്റോറി എൻ്റെ ആണെന്നാ പറഞ്ഞ, എന്ന് വെച്ചാൽ എൻ്റെ സ്റ്റോറിയാ, ആളുടെ സ്റ്റോറിയാണ്. കൊളാവാതിരുന്ന അവരുടെ സ്വപ്ന ഇതാണ്. അടിപൊളിയായിട്ട് വരട്ടെ. ഈ പറഞ്ഞ നമുക്കൊക്കെ പ്രതീക്ഷ. ഇതുപോലെ സിനിമയിലേക്കുള്ള ഒരു ഓഫർ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരു ഇടയ്ക്ക് ആരതിയുടെ പേര് എപ്പോഴും സ്ഥിരമായിട്ട് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ബിഗ് ബോസിലേക്ക് ആരതി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? വിളി വന്നിരുന്നോ? ഇല്ല, വിളിയൊന്നും വന്നിട്ടില്ല. പക്ഷെ അവിടെ ഇവിടെ ഓരോരുത്തർ പറയുന്നുണ്ട്. താങ്കൾ കേട്ടില്ല താങ്കളുടെ പേര് പറയുന്നത് ഒരുപാട് പേര് സ്ഥലത്ത്. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ബിഗ് ബോസ് എന്നല്ല, എനിക്ക് TV ഷോയിൽ ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഞാനിപ്പോ അത് ആരെ കുറ്റമായിട്ട് പറയാല്ല, പക്ഷെ നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. മീഡിയ അവരുടെ ഇത് നോക്കണം, പക്ഷെ എനിക്ക് എൻ്റെ ലൈഫ് ഒന്ന് നോക്കണം. മീഡിയ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ജിമ്മുകാര്, ഒരു ഇനാഗ്രേഷൻ ചെയ്യുന്നവര് ചിലപ്പോൾ ലോൺ എടുത്തിട്ട് വരെ ആയിരിക്കും അവര് ജിം നടത്തുന്നത്. പക്ഷെ അവര് പോലും നമുക്ക് എത്ര പൈസ വേണേലും തന്ന് നമ്മളെ കൊണ്ടുപോകാൻ തയ്യാറാണ്. പക്ഷെ ഈ ഇത്രയും പൈസ കിട്ടുന്ന TV ഷോക്കാര് നമ്മൾ ഒരു ദിവസമല്ല, ചിലപ്പോൾ 2-3 ദിവസം അവർക്ക് വേണ്ടി കളയുന്നത്. എന്നാൽ പോലും അവർക്ക് പൈസ തരാൻ ഭയങ്കര പാടാണ്. അതിലും വലിയ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കും ഒരുപാട് പൈസ. പക്ഷെ നമ്മളെ അങ്ങനെ ഒരു ഫീൽ. തീർച്ചയായിട്ടും. അല്ല, പിന്നെ വിളിക്കുന്നവരും അങ്ങനെ തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. എനിക്ക് അവര് പറയുന്ന നമുക്ക് ഫെയിം അല്ല, നിങ്ങൾക്ക് ഫെയിമാ, വലിയൊരു ഇതിലല്ലേ വരുന്നേ. എനിക്ക് ആ ഫെയിം ഒന്നും വേണ്ട. എനിക്ക് ഫെയിം കൊണ്ടൊന്നും അതാണ്. അല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല, ഇപ്പൊ അരി മേടിക്കുന്നത് അതുകൊണ്ടാ. എന്നാൽ പോലും എല്ലാ ഫെയിമിനും ഇപ്പൊ ചിലത് കൊണ്ട് നമ്മളെ കോമാളിയാക്കുക, നമ്മൾ തന്നെ അറിയാം. നമ്മളെ കോമാളിയാക്കിയാണ് അവര് ഇതാകുന്നത്. ഫിറ്റ്നസ് ഫ്രീക്കുകളുടെ ഇഷ്ടതാരങ്ങളിൽ ഒരാളാണ് ആരതി കൃഷ്ണ. മിസ് കേരള ഫിറ്റ്നസ് കിരീടം നേടിയതും ആരതിയാണ്. ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നവർ ഫിറ്റ്നസ് ഫ്രീക്കായി വളർന്നത് കഠിനാധ്വാനത്തിലൂടെ മാത്രമാണ്. സോഷ്യൽ മീഡിയയിൽ അവർക്ക് ഒരുപാട് ആരാധകരുമുണ്ട്.
ഇപ്പോൾ ആരതിയുടെ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഒരു ഫിറ്റ്നസ് സെന്റർ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനെടുത്ത വീഡിയോ വൈറലായി മാറിയിരുന്നു. നിരവധി പേരാണ് ആരതിയുടെ വീഡിയോകൾക്കും ചിത്രങ്ങൾക്കും കമന്റുകളുമായി എത്തുന്നത്. എങ്ങനെയാണ് ആരതി, ഒരു പെൺകുട്ടി, ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്? എന്താണ് ഇതിന്റെ രഹസ്യം?